രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. കൂജന്തൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ശ്രീ ഹനുമാൻ എല്ലായിടത്തും സീതയെ തെരഞ്ഞു, പലതും കണ്ടു, പക്ഷേ കാണേണ്ടത് മാത്രം കണ്ടില്ല. പുനച്ചസോ ചിന്തയഥാർത്ഥരൂപോ ധ്രുവം വിശിഷ്ട ഗുണതോ ഹി സീത. സർവഗുണശീലസമ്പന്നയായിരിക്കുന്ന ആ സീത ഒരിക്കലും രാവണന് വഴങ്ങില്ല. അതും കൂടിയാണ് വഴങ്ങായിരുന്നെങ്കിൽ ആ രാവണൻ്റെ സ്ഥിതി എന്താവുമായിരുന്നു ഇങ്ങനെ വെറുതെ ചിന്തിക്കുക. സീതയുണ്ടോ അതിന് വഴങ്ങണു, താനെന്ത് വിട്ടിത്തപ്പി ചിന്തിച്ചത് എന്ന രീതിയിലാണ്. ഒരിക്കലും അതുണ്ടാവാൻ പോവാത്ത കാര്യമാണ്. അഥായമസ്ത്യാം കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യകർമ്മ. ശരിക്കും പറയുകയാണെച്ചാൽ ആ സീതയെ കൊടുന്നില്ലെങ്കിൽ രാവണന് എത്ര സുഖമായിട്ട് വാഴായിരുന്നു. ശത്രുവില്ല, ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. കേമായിട്ടിങ്ങനെ കഴിഞ്ഞ മഹാത്മാവ് എന്നിങ്ങനെ എന്താ ഹനുമാൻ രാവണനെയൊക്കെ മഹാത്മാവ് എന്ന് പറഞ്ഞിട്ട് നമുക്കിടയ്ക്ക് അത്ഭുതം തോന്നും. ഇവിടെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. കൃതവാൻ മഹാത്മാ ലങ്കേശ്വര കഷ്ടമനാര്യ കർമ്മ. രണ്ടും കൂടി യോജിക്കുമോ? മഹാത്മാക്കൾ ശരിയല്ലാത്ത കർമ്മം ചെയ്യും, അനാര്യ കർമ്മ ഒട്ടും ശരിയല്ലാത്ത കർമ്മം, അനാര്യം ധർമ്മമല്ലാത്ത മാർഗം, ശരിയല്ലാത്ത മാർഗം. ആ മഹാത്മാവാണ് ഇനിയും എങ്ങനെയാണ് ഉപയോഗിച്ചത്? ഇതങ്ങോട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ മഹാത്മാ എന്നുള്ള പദം വേണമെങ്കിൽ ചേർക്കാമെന്നേ ഉള്ളൂ. കൊള്ളതായ്മത്തരവും ദേഷ്യവും അഹങ്കാരമൊക്കെ ഉണ്ട്. ആ മഹാത്മാ എന്നുള്ള പദം എങ്ങനെയാണ് വന്നത് ശരിയ തലയോടെ വന്നു. അഥായമസ്യാം കൃതവാൻ മഹാത്മാ. വ്യംഗ്യ രീതിയിൽ കളിയാക്കി പറയലും ആവാം. മഹാത്മാവ് മഹാൻ ഉണ്ടല്ലോ, നമ്മൾ പറയാറുണ്ടല്ലോ കളിയാക്കിയിട്ട്. ആ മഹാനില്ലേ, ഈ മഹാൻ ആ സീതയെ കൊണ്ടുവന്നില്ലെങ്കിൽ ഒരു വിധത്തിൽ കഴിച്ചു കൂട്ടായിരുന്നു. അല്ലാത്തൊരു മഹാൻ തന്നെയാണ് ഈ ഇതിനർത്ഥത്തിലും ആവാം. എന്തായാലും സീതയെ കണ്ടില്ല. പിന്നെയോ അങ്ങനെ അന്വേഷിക്കുകയാണ്. തത്ര ദിവ്യോപമം മുഖ്യം സ്ഫാടികം രത്നഭൂഷിതം അപേക്ഷമാണോ ഹനുമാൻ ദദർശയനാസനം. രാവണൻ്റെ ദർശനം, സാക്ഷാൽ ലങ്കയിലത്തെ കഥാപാത്രത്തെ കാണുകയാണ് തൻ്റെ കണ്ണുകൊണ്ട്. ആ കാഴ്ചയാണ് ഇനി വർണ്ണിക്കുന്നത് ആ സർഗത്തിൽ. അപ്പം ആദ്യം കണ്ടത് എന്താ? ദദർശയനാസനം. ഗംഭീരമായിട്ടുള്ള ഇരിപ്പിടങ്ങളും ശയനീയങ്ങളും. ഒന്നൊന്നുമല്ലേ രാവണൻ്റെ ഗൃഹം, ഒരു മുറി എന്ന് പറഞ്ഞാൽ ഒരു ഗൃഹത്തിൻ്റെ അത്ര വലിപ്പമുണ്ടാവാം. അപ്പം അതിൽ പല കട്ടിലുകളുണ്ട്. ഗസ്റ്റ് വന്നാൽ കിടക്കാൻ അല്ല ഇരിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആവാം വിചാരിച്ചിട്ടാവാം. തൻ്റെ പത്നിമാർക്ക് കിടക്കാനോ. ഒരു പത്നി എന്നല്ലല്ലോ, ഒരു പത്നി എല്ലാ പത്നിമാർക്കും കൂടി ഒരു കട്ടിൽ കിടക്കാൻ പറ്റുമോ? അപ്പം അങ്ങനെയാവാം. പല കട്ടിലുകൾ, പല ഇരിപ്പിടങ്ങൾ അത് കണ്ടു. ദിവ്യോപമം മുഖ്യ സ്ഫാടികം രത്നഭൂഷിത. സ്ഫടികം കൊണ്ടുണ്ടാക്കിയതേ. ഗ്ലാസ് എന്ന് പറയാം, പിന്നെ സ്ഫടികം. ഗ്ലാസ് അല്ലാത്ത അലങ്കാര വസ്തു, വിശിഷ്ടമായിട്ട് വസ്തു സ്ഫടികമാലയൊക്കെ ഉണ്ട്. സ്ഫടികം അപ്പം അതുകൊണ്ട് നിർമ്മിച്ചതും രത്നഭൂഷിതം, രത്നം കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ആയ വിവിധ ശയനാസനങ്ങൾ. ഉത്തമവും സ്ഫടികവുമായിട്ട് ഇരിക്കാനുള്ള സ്ഥലം, കിടക്കാനുള്ള സാധനം. ഇരിക്കാനുള്ള വസ്തുക്കളും കിടക്കാനുള്ള വസ്തുക്കളും രണ്ടും ശയന ആസനം. വൈഡൂര്യങ്ങൾ പതിച്ചിട്ടുണ്ട്. പിന്നെയോ വിശിഷ്ടങ്ങളായിട്ടുള്ള വിരിപ്പുകളുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ആ കട്ടിൽ, ഗംഭീരമായിട്ടുള്ള ആ കട്ടിൽ, സാക്ഷാൽ രാവണൻ ഉറങ്ങാൻ ഉപയോഗിക്കുന്ന ഗംഭീര കട്ടിൽ തൻ്റെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണുകയാണ്. പിന്നെയോ അതിൻ്റെ ഒരു ഭാഗത്ത് പല മാലകൾ ചാർത്തിയിട്ടുണ്ട്. വെൺകറ്റക്കുട, മാലകൾ ചാർത്തിയിട്ടുള്ളതായിട്ടുള്ള വെൺകൊറ്റക്കുട അങ്ങനെ കാണുകയാണ്.
മാലകളും അലങ്കാരങ്ങളൊക്കെ അതോട് കൂടിയ ചന്ദ്രന് തുല്യമായ വെൺകൊറ്റക്കുട അങ്ങനെ ശോഭിക്കുന്നതായിട്ട് ഹനുമാൻ കണ്ടു. വെള്ളി കൊണ്ട് അലങ്കരിച്ചതും സൂര്യനെ പോലെ മിന്നി തിളങ്ങുന്നതും അശോകമാലകൾ ചാർത്തി, ചുവന്ന അശോകപുഷ്പം ചാർത്തിയതുമായിട്ടുള്ള വലിയതായ ഇരിപ്പിടം അതും കണ്ടു. ശയനം എന്ന് പറഞ്ഞാൽ ദയനീയം കിടക്കാനുള്ള വസ്തുവാണ്. ഇരിപ്പിടം ഉണ്ട്, രണ്ടുമുണ്ട്. ഇരിപ്പിടവും ആ ഹനുമാൻ കവി കണ്ടു. പിന്നെയോ വെഞ്ചാമരങ്ങൾ ഏന്തിയിട്ടും മറ്റുമുള്ള പരിചാരകന്മാരെയും കാവൽക്കാരെയും ഹനുമാൻ കണ്ടു എന്ന് പറയുകയാണ്. ഒക്കെ കയ്യിൽ വെഞ്ചാമരം വീശിയാണ്, രാജാവാണല്ലോ. ബാലവ്യജനകത്താവിർ ബീജ്യമാനം സമന്ധത, ബീജ്യമാനം വീശിക്കൊണ്ടിരിക്കുന്ന വെഞ്ചാമരം വീശിക്കൊണ്ടിരിക്കുന്ന കന്യകമാർ വരധൂപേന ധൂപിതം, അഖില മുതലായിട്ടതൊക്കെ ദിവ്യവസ്തുക്കൾ പുകയ്ക്കുക, അങ്ങനെയുള്ള പുകച്ചതും ആയിട്ടുള്ള ചാമരങ്ങൾ മുതലായിട്ടുള്ളതും വിശിഷ്ടമായിട്ടുള്ള വിരിപ്പിടങ്ങൾ മാല കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും ആട്ടിൻതോല് മാൻതോല് മുതലായിട്ടുള്ളത് കൊണ്ട് അലങ്കരിക്കപ്പെട്ട വിരികളാണ് പണ്ടൊക്കെ ഉള്ളത് എന്നാണ്. ഇന്നത്തെ പോലത്തെ വിരികളല്ല, കാലമായിട്ടില്ലേ. കോട്ടണും ടെക്സ്റ്റൈൽസൊക്കെ പിന്നെയാണല്ലോ വന്നത്. ആട്ടിൻതോല് മാൻതോല് വളരെ സുഖമാണ് കിടക്കാൻ, വളരെ സ്മൂത്താണ് എന്നാണ്. പണ്ടൊക്കെ അതാണ് തപസ്സിന് ഉപയോഗിക്കുക, ഇന്നത്തെ പോലെ ബെഡ്ഷീറ്റ് അല്ലല്ലോ. അപ്പം അതുകൊണ്ട് അലങ്കരിച്ചതായിരുന്നു ആ കട്ടിലുകൾ. പിന്നെയോ അതിൻ്റെ ആ മുകളിൽ കിടന്നുറങ്ങുന്ന, രാത്രിയാണല്ലോ സമയം, രാവണനെ കണ്ടാണ്. തസ്മിൻ ജീമൂതസങ്കാശം പ്രതീത്തോത്തമകുണ്ടലം ലോഹിതാക്ഷം മഹാബാഹും മഹാരജതവാസസം. എങ്ങനെയാ രാവണനെ വർണ്ണിക്കുകയാണെങ്കിൽ ഒരു ശ്ലോകം കൊണ്ടൊന്നും പോരല്ലോ. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിലൂടെ ജീമൂത സങ്കാശം, മേഘസമാനനായിട്ട് കറുത്ത നിറ, രാക്ഷസനാണല്ലോ. ആ കറുത്ത നിറത്തിൽ കറുത്ത മേഘം, ജീമൂത സങ്കാശം. പിന്നെയോ 2 കാതിലും കുണ്ടലിട്ടിട്ടുണ്ട്. പ്രദീപ്തോ ഉത്തമ കുണ്ടലം ലോഹിതാക്ഷം മഹാബാഹും, ചോക്കെന്ന കണ്ണാണ്. സേവ ആണണ്ടേ, ഒരു കുറവില്ല സേവയ്ക്ക്. അപ്പം അതുകൊണ്ട് കണ്ണ് ചോക്ക് എപ്പോഴും കുടിച്ചവർക്കാണ്. അത് ലോഹിതാക്ഷം, കണ്ണ് ചുവന്നവൻ, മഹാബാഹും, അപാരമായ 2 കൈകൾ. എന്തൊക്കെ ദ്രോഹങ്ങൾ ആൾക്കാരെ ചെയ്തിട്ടുള്ള ചില. അപ്പം മഹാത്മാവ് എന്ന് പറയുമോ ഈ മഹാബാഹും മഹാരജതവാസസം, നീണ്ട നിവർന്നവനും സ്വർണത്തിനെ പോലെ മിന്നിത്തിളങ്ങുന്ന പട്ടാമ്പരമായിട്ടുള്ള വസ്ത്രം ധരിച്ചവനും, മിന്നിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ചവൻ, നീണ്ട കൈകളുള്ളവൻ, മേഘവർണ്ണൻ, അതേപോലെ തന്നെ കുണ്ടലങ്ങൾ ഉള്ളവനും ആയതായ രാവണനെ ശ്രീ ഹനുമാൻ നോക്കി എങ്ങനെ കാണണം. ആദ്യമായിട്ടാണ് തൻ്റെ സ്വാമിയുടെ പത്നിയെ കട്ടുകൊണ്ടുപോയ നീചനെ നേരിട്ട് ഇങ്ങനെ കാണുക. ഒന്നങ്ങനെ നോക്കി ഹനുമാൻ. ഇതാണല്ലേ നീയെ ലോഹിതേനാനുലിപ്താംഗം ചന്ദനേന സുഗന്ധിനം, ചന്ദനൊക്കെ മേൽ അണിഞ്ഞ് സന്ധ്യാരക്തം ഇവാകാശേ, സന്ധ്യാസമയത്ത് ആകാശം എങ്ങനെയാണ് ചുവന്നുണ്ടാവുക? ചുവപ്പാവുമല്ലോ, സന്ധ്യാമേഘങ്ങൾ എപ്പോഴും ചുവപ്പ്. അതേപോലെ ആ മിന്നലുകളോടൊത്ത തേജസ്സോട് കൂടിയിട്ട് രക്തചന്ദനം അണിഞ്ഞതായിട്ടുള്ള ആ ശരീരം കണ്ടു. പിന്നെയോ വ്യതമാഭരണേർ ദിവ്യൈ സ്വരൂപം കാമരൂപിണം, ശൃംഗാരവേഷമൊക്കെ ധരിച്ച് വളരെ കേമനായിട്ട് ആഭരണങ്ങൾ ധരിച്ച് കാമരൂപി ആയിട്ടുള്ള രാവണൻ മന്ദരപർവ്വതത്തെ പോലെ ശോഭിച്ചു. മന്ദരപർവ്വതം വലിയൊരു പർവ്വതമാണല്ലോ. അതാണ് സ വൃക്ഷ വനഗുൽമാട്യം പ്രസുപ്തം ഇവ മന്ദരം. ധാരാളം വൃക്ഷങ്ങൾ, ധാരാളം പൂക്കൾ, പിന്നെ അത്യാവശ്യം സ്വർണത്തിൻ്റെ നിക്ഷേപങ്ങളും വെള്ളിയുടെ നിക്ഷേപങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ രാവണൻ്റെ ശരീരത്തിലുണ്ട്. അപ്പോൾ എന്തെല്ലാം മാലകളൊക്കെ ഉണ്ട്, പച്ചയും മഞ്ഞയും പർവ്വതത്തിലുമുണ്ട്. അപ്പോൾ പർവ്വതവും രാവണനും ഒരുപോലെ ശോഭിച്ചു എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് പർവ്വതത്തിലുള്ളത് വെച്ചാൽ ഏകദേശം അങ്ങനത്തെ ചില കാര്യങ്ങളോട് കൂടിയിട്ടുള്ള രാവണൻ മന്ദരപർവ്വതത്തെ പോലെ നിശ്ചലനായിട്ട് കിടന്നു ഉറങ്ങുക. പർവ്വതം നിശ്ചലാവൂലോ, ഇളകില്ല. അപ്പം നിശ്ചലത കൊണ്ടും പർവ്വതവും രാവണനും ചേരും. നിശ്ചലമായി സുവൃക്ഷവനഗുൽമാഢ്യം, വനങ്ങളും മറ്റ് ചെടികളും എല്ലാം ഉള്ള മന്ദരപർവ്വതത്തെ പോലെ ആ രാവണൻ കിടന്നുറങ്ങണത് അങ്ങനെ ശോഭിച്ചാണ്. ക്രീഡിത്തോ പരതൻ രാത്രോ വരാഭരണഭൂഷിതം, തൻ്റെ ചേഷ്ടകൾ ക്രീഡകൾ
സ്ത്രീകളായിട്ടുള്ള കീടകളൊക്കെ ആവാം, പത്നിമാരുണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞ് എല്ലാം അവസാനിച്ച് വിശ്രമിച്ച് സുഖമായിട്ടങ്ങനെ ഉറങ്ങുകയാണ്. രാക്ഷസർക്കാവട്ടെ പ്രിയങ്കരനുമാണ്. രാക്ഷസർക്ക് പ്രിയങ്കരനാവുമല്ലോ. പ്രിയൻ രാക്ഷസകന്യാനാം, രാക്ഷസകന്യമാരുടെ ഇഷ്ടൻ എന്നുള്ള നിലയ്ക്ക്. കാരണം അവർ രാവണനെ ഇഷ്ടപ്പെട്ട് വന്നതാണെന്നാണ് നേരത്തെ പറഞ്ഞത്. അപ്പം പ്രിയൻ രാക്ഷസകന്യാനാം, പ്രിയൻ രാക്ഷസകന്യാനാം രാക്ഷസാനാം സുഖാവഹം, രാക്ഷസന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നതും സുഖകാരിയും രാക്ഷസ സ്ത്രീകളുടെ പ്രിയങ്കരനും ക്രീഡകൾ കഴിഞ്ഞ് വിശ്രമിച്ച് ഉറങ്ങുന്നവനും ആയ രാവണനെ ഹനുമാൻ കണ്ടു. പിന്നെ മധുപാനം ചെയ്തിട്ടുണ്ട്. കുറച്ച് സേവിക്കാന്നുള്ളത് ഇവർക്കൊക്കെ വേണമല്ലോ. വളരെയധികം വീര്യൻ ഉള്ളവളാണ്. വീരനും പീത്വാപ്യുപരതം മദ്യം കഴിച്ചതിന് ശേഷം വിശ്രമിച്ചവനും വീരനും ദദർശസ മഹാകപി ഭാസ്വരേശയനേ വീരം, വീരനും മദ്യപാനം ചെയ്യുന്നവനും കട്ടിലിൽ പള്ളി കൊള്ളുന്നവനും ആയ രാക്ഷസാധിപനെ ഹനുമാൻ കണ്ടു. ഒക്കെ വിശേഷണമാണ് കേട്ടോ. രാവണൻ്റെ വിശേഷണങ്ങൾ പറയണം, പറഞ്ഞു പോവുക അങ്ങനെ ഇല്ലല്ലോ. കാരണം ആനയെപ്പോലെ നിശ്വസിച്ചുകൊണ്ട്, ആന അങ്ങനെ ഇടയ്ക്ക് ശബ്ദം ഉണ്ടാക്കും, അതുപോലെ നിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവനും, കൂർക്കമ്പലിയാവാം, ഇടയ്ക്ക് ഉറങ്ങല്ലേ, അങ്ങനെ ഇരിക്കുന്നവനും ആയ ദശകണ്ഠനെ കണ്ട് ആ കവി ഒന്ന് നടുങ്ങി എന്ന് പറയാണ്. ഒരു ഞെട്ടലുണ്ടായി. ഇവിടെയാണോ ഈ രാവണൻ എന്നങ്ങനെ ഭാവത്തിൽ ഒരു ഞെട്ടലൊക്കെ, ഒരു ചെറുതായിട്ടൊരു ഭയാശങ്കയോട് കൂടിയിട്ട് ഒരു അന്താളിപ്പുണ്ടായി. അതാണ് ആസാദ്യ പരമോദിഗ്ന സോപസർപ്പസുഭീതവൽ ഭീതവത് എന്നുള്ള. പേടിച്ചിട്ടൊന്നുമില്ല. ഹനുമാനുണ്ടോ പേടിച്ചവനെ പോലെ ഒന്നങ്ങനെ പിന്മാറി. നമ്മളിങ്ങനെ പോകുമ്പോൾ മുമ്പിൽ അപ്രതീക്ഷിതമായിട്ടൊന്ന് കണ്ടാൽ മുമ്പിലേക്കാണ് പോകാൻ പറ്റാത്ത വിധം ഒന്ന് പിന്നിലേക്ക് മാറുക, അങ്ങനെയുണ്ടല്ലോ. അങ്ങനെയാണ് പോയാൽ അവൻ്റെ മേലേക്ക് എത്തില്ലേ. അപ്പോൾ ഒന്നങ്ങനെ ബ്രേക്ക് ഇട്ട് ഒന്ന് പിന്നാക്കം മാറി എന്നുള്ള ഭാവത്തിൽ ആശ്ചര്യത്തോട് കൂടിയിട്ട് ഒന്നങ്ങനെ പിന്മാറി എന്ന് പറയണം. പേടിച്ച പോലെ, പേടിച്ചിട്ടൊന്നുമില്ല. പിന്നീടോ കുറച്ചങ്ങനെ ഉയർന്നൊരു സ്ഥാനത്താണ് രാവണൻ്റെ സ്ഥാനം. പള്ളി ഉറക്കുന്നതൊക്കെ ഒരു ഉയർന്ന സ്ഥാനം, അതിനവിടെ സോപാനം വിശേഷിപ്പിക്കണം. അതാരോഹണമാസാദ്യാവേദികാന്തരമാശ്രിത, ഉയർന്ന സ്ഥലം ആയിട്ടുള്ളതായ സോപാനത്തിൽ അങ്ങനെ കയറി. ഉയർന്ന സ്ഥലം, സോപാനം ഉയർന്ന സ്ഥലം നടത്തേ ഉള്ളൂ ശരിക്കും. സുത്തൻ രാക്ഷസ ശാർദൂലം പ്രേക്ഷതേ സ്മ മഹാകവി, ഉറങ്ങുന്നതായിരിക്കുന്ന ആ രാക്ഷസ ശ്രേഷ്ഠനെ ഒന്നങ്ങനെ നോക്കി എന്ന് പറയാം. ഒരു വലിയ ഗംഗാനജലത്തിൽ ഒരാന, വലിയ ആന ഗംഗാജലത്തിൽ കിടക്കുന്നത് പോലെ, അല്ലെങ്കിൽ വലിയൊരു ചോല നദിയിൽ കിടക്കുന്ന ഒരാന കിടക്കുന്നത് പോലെ കിടന്നുറങ്ങണ. ഗാംഭീര്യത്തിനും വലിപ്പത്തിനും നിറത്തിനും ഉണ്ട്. കാരണം രാവണൻ കറുപ്പാത്രേ. എല്ലാം കൊണ്ടും ആനയായിട്ട് ഉപമിച്ചു. വലിപ്പം, ഗാംഭീര്യം, നിറം എല്ലാം കൊണ്ടും ആന പോലെ. അതാണ് ഗന്ധഹസ്തിരി സംവിഷ്ടേ യഥാ പ്രസ്രവണം പ്രസ്രവണ ഇതിൽ, അതായത് കിടക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ചോലയിൽ ഉറങ്ങുന്നതായിട്ടുള്ള പ്രസ്രവണം, ചോലയിൽ കിടന്നുറങ്ങുക, വെള്ളം ഇങ്ങനെ ഒഴുകണമില്ല, ചോലയിൽ കിടന്നുറങ്ങുന്ന ഒരു ആനയെ പോലെ ആ വ്യക്തിയെ, മഹാപുരുഷൻ എന്നൊക്കെ പറയാവുന്ന രാവണനെ കണ്ടു. സ്വർണത്തിൻ്റെ വള, തോൾവള, കൈവള എല്ലാം അണിഞ്ഞിട്ടുണ്ട്. ഉണ്ടാവാൻ ആഭരണങ്ങളൊന്നും ബാക്കിയില്ല, അതൊക്കെ അണിഞ്ഞിരിക്കണു. പിന്നെയോ മാറിനെ എങ്ങനെ വിവരിക്കുകയാണ് ഇവിടെ. ഐരാവത വിഷാണാഗ്രേരാപീഡനകൃത പ്രണോ പ്രജോലിഖിത പീനാംസോ വിഷ്ണുചക്ര പരീക്ഷതോ. ആ മാറിടത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താ അത്? ഐരാവതത്തിൻ്റെ കുത്തേറ്റിട്ടുണ്ട്. പക്ഷേ ഈ രാവണൻ തൻ്റെ ശക്തിനെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രനോട് പറയത്ത്, എന്തിനാ തൻ്റെ ആ ഐരാവതത്തിനെ ഒന്നിട്ട് കൊണ്ടുവരാ, എന്തിനാവോ, അല്ല എൻ്റെ മാറത്തൊന്ന് കുത്തിയിട്ട് എത്ര ശക്തിയുണ്ട് തൻ്റെ ആനയ്ക്കെന്ന് കണക്കാക്കാനാ. ഇന്ദ്രൻ പറയാൻ, രാവണ വേണ്ട, ഐരാവതത്തിൻ്റെ കളി വേണ്ട, ബാക്കിയുള്ള ആനയെപ്പോലെയും കൂടിയല്ല, നിൻ്റെ ജീവഹാനി വരെ വരും, കൊടുന്നോളൂ, ഞാനല്ലേ പറയണ, തൻ്റെ ആന എന്നും എന്നെ ഒന്നും ചെയ്യില്ല. അന്ന് കണ്ടിട്ട് തന്നെ വേറെ കാര്യം, ആ ഐരാവതം വന്നിട്ട് അങ്ങോട്ട് കുത്തിത്രേ രാവണൻ്റെ മാറത്തേ. അപ്പം ചില മുറിവേടുകൾ ചെറുതായിട്ടുണ്ടാവുക എന്നല്ലാതെ യാതൊരു വിഷമവും രാവണൻ അധികാരം ഉണ്ടായിട്ടില്ല. ചെറിയ ചില മുറി ഉണ്ടായപ്പോൾ എന്താ എന്ന പോലെ നിസ്സാര മുറിവുകളോടുകൂടി യാതൊരു പോറലും ഐരാവതത്തിന് ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലയോ. പക്ഷേ ചില പാടുകളുണ്ടായി. അതവിടെ ഐരാവത വിഷാണാഗ്രേ, വിഷാണം കൊമ്പ്,
ഐരാവതത്തിൻ്റെ കൊമ്പ് കൊണ്ടേറ്റ ചില്ലറ ചില മുറിവുകൾ, ക്ഷതങ്ങൾ, അതും പിന്നെ എന്തുണ്ട്, ശക്തമായിട്ടുള്ള തോളുകളുണ്ട്, വജ്രം തട്ടിയിട്ടുള്ള പാടും. ഇന്ദ്രന് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല രാവണൻ. വജ്രം തട്ടിച്ച തോൾത്തട്ട്, വെട്ടുന്ന സമയത്ത് തോളിൽ വജ്രം കൊണ്ട അടയാളമുണ്ട്. വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ട് ഒരു അടയാളം അവിടെ വന്നു എന്നല്ലാണ്ട് വജ്രായുധം തട്ടിയിട്ടുള്ള അടയാളങ്ങളും. ഇനി അതിലപ്പുറത്തൊന്നുണ്ട്, വിഷ്ണുവിൻ്റെ ചക്രം കൊണ്ടും മരിച്ചിട്ടില്ല രാവണൻ. കാരണം ആരെ കൊണ്ടും കൊല്ലാൻ പറ്റിയ ദേവദാനവ ഗന്ധർവന്മാരെയൊക്കെ ആർക്കും കൊല്ലാൻ പറ്റാത്തത് കൊണ്ട് വിഷ്ണുവിൻ്റെ ചക്രത്തിനും കൊല്ലാൻ സാധിച്ചിട്ടില്ല. വിഷ്ണു ചക്ര പരീക്ഷതവും, വിഷ്ണുവിൻ്റെ ചക്രമേറ്റ് ചില ക്ഷതങ്ങൾ, പാടുകൾ അവിടെ ഉണ്ടായി എന്നല്ലാതെ കൊല്ലാനായിട്ട് വിഷ്ണു ചക്രത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വിഷ്ണു ചക്രമേറ്റതായിട്ടുള്ള പാടുകൾ, ഇന്ദ്രൻ്റെ വജ്രായുധമേറ്റതായിട്ടുള്ള അടയാളങ്ങൾ, ഐരാവതം മാറത്ത് കുത്തിയതായിട്ടുള്ള അടയാളങ്ങൾ പ്രകാരമൊക്കെയുള്ള മാറിടത്തോടു കൂടിയവനും ആയ രാവണനെ, തോൾവളകളുണ്ട്, സ്വർണത്തിൻ്റെ കൈവളകളോട് കൂടിയ രാവണനെ ഹനുമാൻ ഇങ്ങനെ കണ്ടു എന്ന് പറയുകയാണ്. പിന്നെ കണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നല്ല കൈകൾ, അതിനെ വർണ്ണിക്കുകയാണ്. സംഹതോ പരികാകാരോ വൃത്തോ കരികരോപമോ, കരികരം തുമ്പിക്കൈ, ആനയുടെ തുമ്പിക്കൈയത്തിനാ ആനയുടെ കയ്യെന്ന കരികരം തുമ്പിക്കൈ, അതിനൊത്ത ഉരുണ്ട കൈകൾ, ശക്തമായിട്ടുള്ള കൈകൾ. സമ്മതോ പരിഘാകാരോ, പരിഘം പോലെ ബലമുള്ള ഉറപ്പുള്ള, പരിഘം ശത്രുവിനെ കൊല്ലാനുള്ള ആയുധമാണ്, അതുപോലെ ഉറപ്പുള്ള, ശത്രുക്കളെ കൊല്ലാൻ കെൽപ്പുള്ളതായിട്ടുള്ള കൈകളും. വിക്ഷിപ്തോ ശയനേ ശുപ്രേ പഞ്ചശീർഷാവിയോരകൂ, അല്ല 5 തലയുള്ള സർപ്പത്തിനെ പോലെ ഉപമയാണ്. 5 തലയുള്ള സർപ്പത്തിനെ പോലെ ആ കൈകൾ അങ്ങനെ കട്ടിലിൽ വിശ്രമിച്ചിട്ടുണ്ട്. ആ കട്ടിലിൽ വിശ്രമിക്കുന്ന ആനയുടെ തുമ്പിക്കൈ പോലെയുള്ളതും 5 തലയുള്ള സർപ്പത്തിനെ പോലെയുള്ളതും, ആർക്കാ സർപ്പം? ശത്രുക്കൾക്ക്. അതേപോലെയുള്ളതും ആയ ആ കൈകൾ പരിഘം പോലെ ഉറപ്പുള്ളതുമായ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ആരും രക്ഷപ്പെടില്ല. ആ മാതിരി ബലമുള്ള കൈകൾ നീട്ടി മെത്തയിലങ്ങനെ വെച്ച് സുഖമായിട്ട് ഉറങ്ങണ രാവണനെ ആ ഹനുമാൻ കണ്ടു. പിന്നെ മുയലിൻ്റെ ചോരയ്ക്ക് നല്ല തണുപ്പുള്ള ചോര, ആ ചോരയ്ക്കൊത്തതും ശീതളവും വളരെ തണുപ്പുള്ളതെന്നർത്ഥം. ചന്ദനം പൂശിയതൊക്കെ അലങ്കരിച്ചതും ആയ കൈകളെയാണ് ആ രാവണനിൽ ആര് കണ്ടത്? ഹനുമാൻ കണ്ടത്. 8 വന്നകന്മാർ, ഗന്ധർവന്മാർ, ദേവന്മാർ, ദാനവർ, വിവിധ തരത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ഉപദ്രവിച്ചിട്ടുമുണ്ട് ആ കൈകൾ. അനവധി ദ്രോഹം ചെയ്ത കൈകളാണ്. അതാണ് പറയുന്നത് 8 ഗന്ധർവ ദേവദാനവര വീണവും. ദേവന്മാർ, ഗന്ധർവന്മാർ, 8 മുതലായിട്ടുള്ളവരെ കരയിപ്പിക്കുന്നതും ആയ കൈകളെ, മഹാസർപ്പങ്ങളെ എന്ന പോലെ ഈ ഹനുമാൻ കണ്ടു. അങ്ങനെ മന്ദരപർവ്വതം പോലെ ഒരു കൊടുമുടികൾ ഓടുകൂടി ശോഭിക്കുന്ന മന്ദരപർവ്വതം പോലെ രാവണൻ ശോഭിച്ചു എന്ന് പറയാണ്. ധാരാളം മദ്യസേവ കൊണ്ട് പലതരത്തിലുള്ള പുഷ്പങ്ങളുടെ ഗന്ധം ഉണ്ട്. ഇലഞ്ഞി, പുന്നാകം, മാമ്പൂവ് മുതലായിട്ടുള്ള സുഗന്ധം ഒക്കെ ആ വായിൽ നിന്ന് ഇങ്ങനെ അവിടെ മുഴുവനും പരന്നിരുന്നു. സുഗന്ധം പരത്തിയിട്ടാണ് കിടക്കുന്നത് എന്നർത്ഥം. എന്തൊക്കെയാണ് ഭക്ഷിക്കുക എന്നറിയില്ല. സുഗന്ധമുള്ള വസ്തുക്കളാവും, വിശിഷ്ടങ്ങളായിട്ടുള്ള വസ്തുക്കളാണ്. കാരണം ആഡംബര ജീവിതമല്ലേ, അതുകൊണ്ട് ആ സുഗന്ധവും അവിടെ പരന്നു. സ്ഥാനം തെറ്റിയതായിട്ടുള്ള കുണ്ടലം കിരീടം ഉറങ്ങുകയാണ്. അപ്പം കിരീടമൊക്കെ ശരിക്കും ഇങ്ങനെ വെച്ചിട്ടൊന്നും അല്ലല്ലോ ഉറങ്ങുക. സ്ഥാനം തെറ്റി മാറി വെച്ച് അഴിച്ചു വെച്ചിട്ടാണ് ഉണ്ടാവാൻ കിരീടം. അതാണ് അവിടെ സ്ഥാനം തെറ്റിയ കിരീടം, കുണ്ടലം, മുത്തുമാലകൾ മുതലായിട്ടതോട് കൂടിയതായിട്ടുള്ളതും, ആർത്ത് മുത്തുമാലകൾ ചാർത്തിയിട്ടുള്ളതും, നല്ല മഞ്ഞപ്പട്ട് ഇട്ടിട്ടുള്ളതും, ഉത്തരീയം തെറിച്ച് അവിടെ ഉത്തരീയം കഴിച്ച ഇല്ല, അയഞ്ഞു വീണ ഉത്തരീയത്തോടു കൂടിയതും. ഉത്തരീയം അഴിഞ്ഞു വീണ ശരീരത്തിലല്ല. അങ്ങനെ ആനയെപ്പോലെ, ഗംഗാജലത്തിൽ മുങ്ങിയിട്ടുള്ള ആനയെപ്പോലെ ശോഭിക്കുന്ന രാവണനെ ശ്രീ ഹനുമാൻ കണ്ടു. രാവണനെ ദർശിക്കുന്നതാണ് കുറച്ച് വിവരിക്കണമല്ലോ. ചുറ്റും ധാരാളം വിളക്കുകളുണ്ട്, ഒരിക്കലും അണയാത്ത വിളക്കുകൾ. ചതുർഭിർക്കാഞ്ചന ദീപ്യമാന ചതുർദിശം, 4 ദിക്കിലും വിളക്കുകൾ, അണയാത്ത വിളക്കുകൾ കത്തുന്നുണ്ട്. അതുകൊണ്ട് മിന്നൽ പിണറുകളെ കൊണ്ട് മേഘം ശോഭിച്ച പോലെ, ഉപമ പറഞ്ഞിരിക്കുക, മിന്നൽ പിണറുകളെ കൊണ്ട് മേഘം ശോഭിച്ചതുപോലെ കറുത്തതായിട്ടുള്ള രാവണൻ ചുറ്റും കത്തുന്നതായ വിളക്കുകളെ കൊണ്ട് ശോഭിച്ചു. പിന്നെ ധാരാളം പത്നിമാർക്ക് ഉണ്ട്. ആ പത്നിമാർക്കൊക്കെ പ്രിയനാണ്.
പാദമൂലഗതാശ്ചാപി തൻ്റെ കാക്കൽ കിടക്കുന്ന പത്നിമാർ എന്താ ആജ്ഞാപിച്ചോ അത് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. പാദമൂലഗതാശ്ചാപി തൻ്റെ പാദത്തെ ആശ്രയിച്ച് പാദസേവകരായിരിക്കുന്ന ധാരാളം പത്നിമാരെ കണ്ടു. ആ പത്നിമാർക്കും മറ്റും പ്രിയനായിട്ടുള്ള രാവണനെ ആ ഹനുമാൻ കണ്ടു. പത്നിപ്രിയനാണെന്നർത്ഥം. ആ പത്നിമാർക്കൊക്കെ അവരുടെ പ്രിയങ്കരനായിട്ടുള്ള, അതുപോലെ തന്നെ വാടാത്തതായിരിക്കുന്ന മാലകൾ ധരിച്ചതും ആയ സുന്ദരിമാർ സമീപത്ത് ഉറങ്ങുന്നതായിട്ടും ഹനുമാൻ കണ്ടു. ഭൂഷണങ്ങൾ നൃത്തവാദിത്യം ഇതിൽ ഭൂഷണങ്ങൾ അണിഞ്ഞവരാണ്. പിന്നെയോ നൃത്തം വാദ്യം മുതലായിട്ട് പ്രയോഗിക്കുന്നതിൽ സമർത്ഥരും ആണ് ഇവർ എന്ന് പറയുന്നത്. വജ്രം, അതുപോലെ തോട മുതലായിട്ടുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്ന സുന്ദരിമാർ തളർന്നു കിടന്ന് ഉറങ്ങുന്നതും കണ്ടു. ആ ഉറങ്ങുന്ന സ്ത്രീകളെ കുറിച്ചങ്ങനെ വർണ്ണിക്കുകയാണ്. രാവണനെ ഏകദേശമൊക്കെ ഉണ്ടായപ്പോൾ സുന്ദരിമാർ തളർന്നു കിടക്കണു. അതിൽ നൃത്തം ചെയ്യാൻ കഴിവുള്ള സ്ത്രീ നൃത്തത്തിലത്തെ പോസ് പോലെ കൈ ഇങ്ങനെ വെച്ചിട്ടും അങ്ങനെ വെച്ചിട്ടൊക്കെ ഉറങ്ങണം. നമ്മൾ ഏതാ ശീലിച്ചാൽ അതാണല്ലോ ഉറക്കത്തിലും കൂടി നമ്മൾ പ്രകടിപ്പിക്കുക അല്ലേ. അപ്പോൾ അവരവരുടെ ഒരു ആസന. അപ്പോൾ നൃത്തത്തിൽ വിവിധ പോസുകൾ എങ്ങനെയായാലാണ് പല ശൈലികൾ ശരീര ഭാഷയിലുണ്ടാവുക. അതേപോലെ ഒരു സ്ത്രീ കിടക്കണു. വേറൊരു സ്ത്രീ അത്ര വീണ വായിക്കുന്ന സ്ത്രീയാണ്. ആണ് സമർത്ഥകളാണ്, എല്ലാറ്റിലും കഴിവുണ്ട്. വീണ എങ്ങനെ പുണർന്നിട്ട് മാറോട് ചേർത്തിട്ട് വീണ വായിച്ചിട്ടാണ്ട് ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വീണ മാറിൽ അങ്ങനെയിട്ട്. പിന്നെ തുടി കൊട്ടണ ഒരു സ്ത്രീ, തുടി ശരീരത്തിൽ കക്ഷത്തിൽ ഒതുക്കി തുടി കൊട്ടണ ഒരു സാധനമാണ്. അങ്ങനെ ഒരാൾ ഉറങ്ങണു. ചെണ്ടയെ പുണർന്നിട്ട് വേറൊരു സ്ത്രീ ചെണ്ട കൊട്ടണവരാണ്, അവർ ഉറങ്ങണു. അങ്ങനെ ഓടക്കുഴൽ വായിച്ചിട്ട് ഉറങ്ങിയിട്ടുള്ള ആൾ ഓടക്കുഴൽ കൊണ്ട് അങ്ങനെ ഉറങ്ങിയിരിക്കണു. വീണാതം തമ്പുരു മറ്റുള്ള മൃദംഗം വായിക്കണവർ അതിനെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് ഉറങ്ങണത്. മദ്ദളക്കാരോ അത് കെട്ടിപ്പിടിച്ചിട്ട് ഭേരി പെരുമ്പറ മുതലായിട്ട് പ്രയോഗിക്കുന്ന അതിനെ കെട്ടിപ്പിടിച്ചിട്ടും ഇങ്ങനെ നീർക്കുടം വെച്ചിട്ട് മറച്ച് നനഞ്ഞുകൊണ്ട് കിടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. വെള്ളത്തിൻ്റെ കുടം എപ്പോൾ അവിടെ എവിടെയെങ്കിലുമൊക്കെ നനയ്ക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് നീർക്കുടം എടുത്ത് കൊണ്ടുവന്ന് വെച്ചതാവാം, കുടിക്കാനാവാം. അത് തട്ടി മറിഞ്ഞു പോയി. ഉറക്കത്തിൽ കയ്യോ കാലോ കൊണ്ടിട്ടാണോ തോന്നുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കുടം മറിഞ്ഞ് ആ വെള്ളമൊക്കെ കൊണ്ട് നനഞ്ഞ ഒരു സ്ത്രീ അവിടെ കിടക്കണു. ഉറക്കമായതുകൊണ്ട് നനഞ്ഞതും അറിയണില്ല എന്നർത്ഥം. ആ കുടം മറിഞ്ഞ് വെള്ളം മേലിൽ പോയിട്ടൊരു സ്ത്രീ അങ്ങനെ നേരെ ചന്ദ്രനെ പോലെ സുന്ദരിയായിട്ടുള്ള പല തരത്തിലുള്ള സ്ത്രീകൾ മറ്റൊരു സ്ത്രീയെ പുണർന്നിട്ടും കണ്ടു. ഒരു സ്ത്രീ വേറൊരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതും ഹനുമാൻ കണ്ടു. അങ്ങനെ മാറോട് കൂടിയിട്ട് കാമുകനെ എന്ന പോലെ കാമിനികളെ പരസ്പരം ചേർത്ത് ഒരു സ്ത്രീ കിടക്കണു. രണ്ട് മാറത്തും കൈ വെച്ചിട്ട് അങ്ങനെ ഉറങ്ങണു. ഒരു സ്ത്രീ ആ സ്ഥലത്തിലൊക്കെ കൈ വെച്ചിട്ട് ഉറങ്ങുന്ന ഒരു സ്ത്രീയെ കണ്ടു. പിന്നെ വിശിഷ്ടങ്ങളായിട്ടുള്ള കട്ടിലുകളിൽ സ്ത്രീകൾ കിടന്നുറങ്ങണു. അതാ പറഞ്ഞിട്ട് ഒരു സ്ത്രീ പോരാ, ഒരു കട്ടിലൊന്നും പോരാ, അനവധി കട്ടിലും അത്രയും പത്നിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉറങ്ങുന്ന പല കട്ടിലുകളിലായി ഉറങ്ങുന്ന സ്ത്രീകളെയും ശ്രീ ഹനുമാൻ കണ്ടു എന്ന് പറയുകയാണ്. മുത്തുമണികൾ കലർന്നതായിട്ടുള്ള ആഭരണങ്ങൾ അവൾ അണിഞ്ഞിരുന്നു. അതുകൊണ്ട് ആ ഗൃഹത്തെ മുഴുവനെങ്ങനെ അലങ്കരിക്കുകയാണ് എന്ന് തോന്നും. അവളുടെ സാന്നിധ്യം കൊണ്ട് ആ ഗൃഹം മുഴുവൻ ശോഭിച്ചിരുന്നു. അങ്ങനെ വളരെയേറെ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, ഇവരിൽ വെച്ചിട്ടൊക്കെ വ്യത്യാസമുള്ള ഒരു സ്ത്രീയെ, അത് വേറെ ആരുമല്ല, ആരായിരിക്കും? മണ്ഡോദരിയെ കണ്ടു എന്ന് പറയണം. ഗൗരീങ്കനകവർണാംഗി അഷ്ടാമന്തപുരേശ്വരിയും. അന്തപുരേശ്വരിയാണ്, രാവണൻ്റെ പത്നിയാണ്, ലങ്കയുടെ രാജ്ഞിയായിട്ടുള്ള മണ്ഡോദരിയാണ് പിന്നീട് കണ്ടത്. കപിർ മണ്ഡോദരീം തത്ര ശേനാം ചാരുരൂപിണിയും. മനോഹര സ്വരൂപത്തോടു കൂടിയിട്ട് രാവണ പത്നിയായിട്ടുള്ള ലങ്കേശ്വരി എന്ന് പറയാം ആവുന്നതായ മനോഹരിയായിട്ടുള്ള മണ്ഡോദരി വലിയൊരു കട്ടിൽ കിടക്കണത് കണ്ടപ്പോഴോ അതായിരിക്കാം സീത. മണ്ഡോദരി വളരെ സുന്ദരിയാണ്, അതുകൊണ്ട് അത്രേ രാവണൻ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചത്. വളരെ സുന്ദരിയായിട്ടുള്ള മകൻ്റെ മകളാണ്, നല്ല സൗന്ദര്യം, നല്ല സ്ത്രീയാണെന്നാണ് പറയണത്. ധർമ്മനിഷ്ഠയുണ്ട്, കാഴ്ചയിൽ മാത്രമല്ല. എനിക്ക് രാവണന് ചേർന്ന ഒരു സ്ത്രീയെ അല്ല മണ്ഡോദരി എന്നാണ് പറയുന്നത്. അത്രയും ധർമ്മിഷ്ഠയും സുന്ദരിയും കുലീനയും ആണ്. സതാം ദൃഷ്ട്വാ മഹാബാഹുർഭൂഷിതാം മാരുതാത്മജ തർക്കയാമാസ സീതേതി രൂപയൗവന സമ്പദം. ഹനുമാൻ ഇതുവരെ സീതയെ കണ്ടിട്ടില്ല, ഓർക്കണം. രാമനെ കണ്ടിട്ടുള്ളൂ, സീതയെ കണ്ടിട്ടില്ല. അപഹരിക്കപ്പെട്ടപ്പോഴാണല്ലോ ശേഷമല്ലേ രാമനെ കാണുന്നത്. ഇതായിരിക്കുമോ സീത?
എന്തിച്ചാൽ അത്ഭുതമൊന്നുമില്ല. കാരണം സീതയുടെ രൂപം അനുമാനം അറിയില്ല. ഇവളാണെച്ചാൽ എല്ലാം കൊണ്ടും കുലീനയാണ്. സീതയ്ക്ക് ചേരണ സ്വഭാവമാണ് കണ്ടത്. സ്വഭാവമല്ല, രൂപാകാരം. ഹർഷേണമകതായുക്തോ നനന്ദഹരിയൂതവ, വളരെ സന്തോഷിച്ചു. തൻ്റെ ജീവിതോദ്ദേശം, തൻ്റെ ആ ആഗമനോദ്ദേശം ഇല്ലേ, ദൗത്യത്തിൻ്റെ ഉദ്ദേശം ഇതാ സാധിച്ചിരിക്കുന്നു. സീതയെ കണ്ടു. ഒരു വാനരൻ എന്തൊക്കെ ചേട്ടകളാണ് സന്തോഷമുണ്ടായ കാട്ടുക, അതൊക്കെ ചെയ്തു. ആ സ്ഫോടയാമാസ ചുചുംബ പുച്ഛം, വാല് ഇങ്ങനെ സ്വയം വാല് ചുംബിക്കുക. നന്ദ ചിക്രീഡ ജഗോ ജഗാമ സ്തംഭാനരോഹിൻ നിപപാതഭൂമോ നിദർശയൻ സാമ്പ്രകൃതിങ്കമീനാം, ആനന്ദിക്കുക, ക്രീഡിക്കുക, ശബ്ദം ഉണ്ടാക്കുക, കുതിച്ച് ചാടുക, അലറുക, നൃത്തം ചെയ്യണ പോലെ ഓരോന്ന് കാട്ടുക. ആനന്ദം വരുമ്പോൾ ഒരു വാനരൻ എന്തെല്ലാം ചാബല്യങ്ങൾ ചെയ്യും, അതെല്ലാം സീതയാണ് ഈ മണ്ഡോദരിയെ എന്ന് തെറ്റിദ്ധരിച്ച് ഒന്നങ്ങനെ സന്തോഷിച്ചു. അപ്പം തന്നെ തൻ്റെ മനസ്സാണ് മാറും ചെയ്ത്. അത് വഴിയില്ല, കാരണം ഇവിടെ യോജിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. ദുഃഖിതയായിട്ടുള്ള സീത ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല, കുടിക്കില്ല, നല്ല വേഷം കെട്ടില്ല. അതൊക്കെ ഇവിടെ കാണാണ്ട് മണ്ഡോദരിക്ക്. ഭക്ഷണം കഴിക്കില്ല, ശരിക്കും ഉറക്കമുണ്ടാവുമായിരുന്നു. ഞാൻ ഉറങ്ങാറില്ല എന്ന് വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് സ്വപ്നം കാണുന്നത്? അയ്യോ, ഉണ്ടായ സന്തോഷം ഏതിയോ പോയി. ഇത് സീതയല്ല. ജഗാമചാപരാം ചിന്താം, ഇത് വേറെ ഏതോ സ്ത്രീയാണ്. സീതാം പ്രതിമഹാകവി നരാമേണ വിയുക്തോസ സ്വത്തുമർഹസി ഭാമിനി. രാമനില്ലെങ്കിൽ എങ്ങനെയാണ് സീത ഉറങ്ങുക? ന ഭോക്തും, എങ്ങനെ ഭക്ഷണം കഴിക്കും? അലങ്കാരം എങ്ങനെ ഇതൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പം അതുകൊണ്ട് സീതയല്ല, തനിക്ക് ഉണ്ടായ സന്തോഷം പോയല്ലോ എന്നങ്ങനെ വിചാരിച്ച് വീണ്ടും അന്വേഷണം തുടരുകയാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുത്തരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം ഏതത്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.